എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ നിക്കയെ കുറിച്ചാണ് നമ്മളത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പക്ഷേങ്കിൽ നമ്മുടെ ബ്ലാക്ക് നിക്ക എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ ലൂഫി നമ്മുടെ നിക്ക ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഓട നമ്മുടെ എൽബാഫിൽ ഒരു ബ്ലാക്ക് നിക്കനെ പറ്റി ഫോർഷാഡോ ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ ആ നിക്കയും നമ്മുടെ വൺ പീസ് വേൾഡിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ അപ്ഡേറ്റ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, നമ്മുടെ ലൂഫിയാണ് നമ്മുടെ ഹിറ്റോനോമി മോഡൽ നിക്ക എന്ന് പറയുന്ന ഡെവിൾ ഫ്രൂട്ട് കൺസ്യൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൂഫിക്ക് നമ്മുടെ നിക്കയുടെ എല്ലാ പവേഴ്സും ഉണ്ട്. എന്നാലും നമ്മുടെ ഇപ്പം അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ചാപ്റ്ററിൽ നമ്മുടെ ഓട ഒരു ബ്ലാക്ക് നിക്കനെ വരയ്ക്കാനിടയായി. അപ്പോൾ അതോടുകൂടി നമ്മുടെ വൺ പീസ് ഫാൻസിനിടയിൽ ഒരുപാട് തിയറീസ് വരാൻ തുടങ്ങി. നമ്മുടെ ബ്ലാക്ക് നിക്കയും നമ്മുടെ വൺ പീസ് വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. അത് മറ്റാരുമല്ല, നമ്മുടെ ബ്ലാക്ക് ബിയർഡാണ്. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം നമ്മുടെ ലൂഫി അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണെന്ന്. അതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റാണ് നമ്മുടെ ബ്ലാക്ക് ബിയർഡ്. അത് അവർ രണ്ടുപേരും ഫസ്റ്റ് കണ്ട ആ ടൈമിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കണം. നമ്മൾ പിന്നെ നമ്മുടെ വൺ പീസ് ഒന്ന് റീവാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ആ സീന് മാത്രം ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അത് മാത്രമല്ല, നമ്മുടെ എൽബാഫിൽ ഒരു കാര്യം പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എൽബാഫിലെ ജനങ്ങൾ നമ്മുടെ നിക്കനെ കാണുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് ഒരു കോങ്കറർ ആയിട്ടുള്ള നിക്കയും, ഒന്ന് ലിബറേറ്റർ ആയിട്ടുള്ള നിക്കയും. അപ്പോൾ അവർ കാണുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നമ്മുടെ എൽബാഫിലെ ചിൽഡ്രൻസ് ഒരു ബ്ലാക്ക് നിക്കയെ വരയ്ക്കാൻ കാരണം. അതുമാത്രമല്ല, അവർ വരച്ച ആ ചിത്രത്തിൽ നമ്മുടെ ബ്ലാക്ക് നിക്കയ്ക്ക് ബിയേഡും കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മുടെ ബ്ലാക്ക് ബിയേഡ് ഈ കോങ്കറർ നിക്കയാകാൻ നല്ല ചാൻസ് ഉണ്ടെന്നാണ് ഈ തിയറി പറഞ്ഞിട്ടുള്ളത്. ഇത് പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതാകാൻ നല്ല ചാൻസ് ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ ഓട എന്തായാലും വെറുതെ ഒരു ചിത്രം ബ്ലാക്ക് നിക്കയുടേത് വരച്ചിടാൻ പോകുന്നില്ല. ഓട എപ്പോഴും ഫോർഷാഡോയിങ് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ ഈ ബ്ലാക്ക് നിക്കയും ഒരു പക്ഷേ നമ്മുടെ ഓടയുടെ ഫോർഷാഡോയിങ് ആകാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ഫ്യൂച്ചറിൽ കാണാനും കഴിയും. ഇത് മാത്രമല്ല, വേറൊരു കാര്യം കൂട്ടുണ്ട്. നമ്മുടെ ഡെവിൾ ഫ്രൂട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ആകുന്നത് നമുക്കറിയാം. ഓരോ പീപ്പിളും ഞാൻ ഡിസയർ വെച്ചിട്ടാണ് നമ്മുടെ ഡെവിൾ ഫ്രൂട്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൂഫിനെ പോലത്തെ ഒരാൾ നമ്മുടെ വൺ പീസ് വേൾഡിലുണ്ടെങ്കിൽ, നമ്മുടെ ബ്ലാക്ക് ബിയർഡിനെ പോലത്തെ ഒരാളും നമ്മുടെ വൺ പീസിൻ്റെ പാസ്റ്റിൽ എന്തായാലും വൺ പീസ് വേൾഡിൽ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മുടെ ബ്ലാക്ക് ബിയർഡിൻ്റെ ഡിസയർ ആയിരിക്കും ഈ ബ്ലാക്ക് നിക്ക. ബ്ലാക്ക് ബിയർഡിൻ്റേതല്ല, ആ ടൈമിൽ ആരാണോ അവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്നത് അയാളുടേത്. അതുകൊണ്ട് തന്നെ ഈ തിയറി നമ്മുടെ വൺ പീസ് ഫാൻസിൻ്റെ ഇടയിൽ ഇപ്പോൾ വളരെ ചർച്ചയാകുന്നുണ്ട്. ഈ തിയറി സത്യമാകാൻ എന്നോട് ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഉറപ്പായിട്ടും ഉണ്ട്. കാരണം ഈ തിയറി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു തിയറി തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഫ്യൂച്ചറിൽ കാണാൻ കഴിയും നമ്മുടെ ബ്ലാക്ക് ബിയർഡ് ഒരു നിക്ക ഫോം യൂസ് ചെയ്യുന്നത്, അതും ഒരു ബ്ലാക്ക് നിക്ക ഫോം. അതോടുകൂടി നമുക്ക് ബ്ലാക്ക് ബിയർഡിനുള്ള എല്ലാ പരാതിയും മാറും. ബ്ലാക്ക് ബിയർഡ് വീക്കാണെന്ന് പലരും പറയുന്നുണ്ട്. എന്നാൽ അതോടുകൂടി നമ്മുടെ പരാതിയൊക്കെ മാറുന്നതായിരിക്കും. ഓൾറെഡി 2 ഡെവിൾ ഫ്രൂട്ട് നമ്മുടെ ബ്ലാക്ക് ബിയർഡിൻ്റെ കയ്യിലുണ്ട്. അതിനോടുകൂടി ഇനിക്കാബിലിറ്റി കൂടി നമ്മുടെ ബ്ലാക്ക് ബിയർഡിന് കിട്ടുന്നതോടുകൂടി നമ്മുടെ ബ്ലാക്ക് ബിയർഡിൻ്റെ പവർ എത്രമാത്രം എൻഹാൻസ് ആകുന്നുള്ളത് ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുള്ളൂ. ലൂഫിയുടെ അതേ പവർ നമ്മുടെ ബ്ലാക്ക് ബിയർഡിന് ഇപ്പം കിട്ടും. അതിനോടൊപ്പം മറ്റ് 2 ഡെവിൾ ഫ്രൂട്ട് കൂടി. അപ്പോൾ എന്തായാലും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മറ്റേ സമയത്ത് വീഡിയോ കാണുന്നത്. ബൈ.